എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അസെൻഷൻ കാരണം നമ്മുടെ ശരീരത്തിന് വരുന്ന ചേഞ്ചസ് ആണ്. ശരീരത്തിന് മാത്രമല്ല, നമുക്ക് മാനസികമായും ശാരീരികമായും പിന്നെന്താ ഇമോഷണലായും സ്പിരിച്വലായിട്ടും നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഈ അസെൻഷൻ കാരണം സംഭവിക്കും. അപ്പോൾ അസെൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് ചേഞ്ച് ആവണം, ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ആവും, ഹയർ ഫ്രീക്വൻസിക്ക് മാറും. ഇതിന് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ട്രോമകളൊക്കെ ക്ലിയർ ആയി പോകും. ഈ പ്രോസസ്സ് വഴി നമ്മൾ ഇന്നർ വർക്ക് അല്ലെങ്കിൽ ഷാഡോ വർക്ക് ചെയ്യുന്നത് മൂലം നമുക്ക് ഒരുപാട് ട്രോമകളും ഡെൻസിറ്റിയൊക്കെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയറായി മാറും. അപ്പോൾ ഈ പ്രോസസ്സ് സംഭവിക്കാൻ പല രീതിയിൽ അസെൻഷൻ സംഭവിക്കാം. അപ്പോൾ അതിലൊന്നാണ് നമുക്ക് ട്വിൻ ഫ്ലെയിം അസെൻഷൻ. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം അസെൻഷൻ നമുക്കൊരു ട്വിൻ ഫ്ലെയിം കൗണ്ടർ പാർട്ട് വഴി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അസെൻഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഇതിൽ നമ്മൾ പറയും. അപ്പോൾ പൊതുവായി അസെൻഷൻ കാരണം ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ചസും നമ്മൾ പറയും. ഇതിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിം അസെൻഷനിൽ വരുന്ന ചേഞ്ചസും നമ്മൾ പറയും. അപ്പോൾ നമുക്കറിയാം ട്വിൻ ഫ്ലെയിംസ് DM ഉണ്ട്, DF ഉണ്ട്. DMഉം DFഉം പോളറൈസ്ഡ് ആയിരിക്കും. ഒരാൾ മെൻ്റലി ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ലോജിക്കലി ആണ് ഓവറായിട്ട് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മറ്റാൾ ഇമോഷണലി ആയിരിക്കും ഓവറായിട്ട് ആക്റ്റീവ് ആയിരിക്കാം. അപ്പോൾ ഈ DMഉം DFഉം കണ്ടുമുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ, DFന് കുറേ ബ്രേക്ക് ഡൗൺസ് സംഭവിക്കും DM റൺ ചെയ്യുന്നത് വഴി. അപ്പോൾ കൂടുതലായിട്ടും ഈ നാർസിസിസ്റ്റിക് വൂൺസ് ആയിരിക്കും DF അനുഭവിക്കേണ്ടി വരിക. കാരണം ഒരാൾ ലോജിക്കലായിട്ട് മാത്രം ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ബാക്കിയുള്ള ഇമോഷണലി ആയിട്ട് ഒരാളെ ട്രോമറ്റൈസ് ചെയ്യാൻ കഴിവ് കൂടുതലാണ്. DM എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് ആയിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് DFന് ഉണ്ടാകുന്ന വൂൺസ് എന്ന് പറയുന്നത്, തുടക്കത്തിൽ DMനെ കണ്ടു കഴിഞ്ഞാൽ കുറേ നാർസിസിസ്റ്റിക് ഫോഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഡെവലപ്പ് ചെയ്യും. കുറച്ച് നാൾ DFനെ ബ്രേക്ക് ഡൗൺ ആക്കി തുടങ്ങുമ്പോൾ DFന് കുറച്ച് ക്ലാരിറ്റി പോവും. അവർ എങ്ങനെയായിരിക്കും നടക്കാം, DFന് ഡിപ്രഷൻസ് വരാൻ സാധ്യതയുണ്ട്. വാക്കിംഗ് ഓൺ എക്സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാണ്ട് എന്താ ഏതാണെന്ന് മനസ്സിലാക്കാണ്ട് ഒരു ഫോഗ് പോലെയായിരിക്കും അവർക്ക് നടക്കേണ്ടി വരിക. അപ്പോൾ DM ഒരിക്കലും DFന് ക്ലാരിറ്റി കൊടുക്കില്ല, എന്താ പ്രശ്നമെന്നോ എപ്പോഴും DFനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നാർസിസിസ്റ്റിക് അബ്യൂസ് വഴി ഒരുപാട് ബോഡിക്ക് ഡിപ്രഷൻ ഉണ്ടാവാനും എന്താ പറയുക, പിന്നെ നാർസിസിസ്റ്റിക് ഫോഗ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മൾ ശരീരത്തിനുള്ളിൽ ആളുണ്ടെങ്കിൽ എന്താ, ആൾ പ്രസൻ്റ് ആയിരിക്കില്ല. നമ്മൾ വേൾഡിൽ ഇങ്ങനെ ചുറ്റും നമ്മുടെ വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരാവാണ്ടായിരിക്കും നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഈ നാർസിസിസം കൊണ്ടുണ്ടാകുന്ന ആ ഒരു ബ്രേക്ക് ഡൗണ് DFൻ്റെ ശരീരത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് എന്താ, DFന് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ കൂടുന്നത് വഴി എന്താ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സ്ലീപ്പ് പാരലൈസിസ്, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കോണ്ടാക്റ്റുകൾ, സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് DFൻ്റെ ശരീരത്തിൽ ഈ നാർസിസിസ്റ്റിക് ബ്രേക്ക് ഡൗൺ വഴി ഉണ്ടാവും. അപ്പോൾ എന്താ, ഈ സ്ലീപ്പ് പാരലൈസിസും പിന്നെ നമ്മൾ ഓരോ പാറ്റേണുകൾ കാണലും, അങ്ങനെ ഒരുപാട് ഇത്തിരി സ്പിരിച്വലായിട്ടുള്ള, അത് ഓരോരുത്തർക്കും യൂണീക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് നിങ്ങളെന്തെങ്കിലും സ്പിരിച്വലായിട്ട് ഇങ്ങനെ എക്സ്ട്രാ സെൻസറി ആയിട്ട് എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സമയത്തായിരിക്കും DF കൂടുതലായിട്ട് സ്പിരിച്വലായിട്ട് തിരിയുക. അപ്പോൾ ഈ ഫ്രീക്വൻസീസ് അതിലേക്കൊക്കെ ഒരു കമ്പം കൂടാൻ സാധ്യതയുണ്ട്. മെഡിറ്റേഷൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരീരം കൂടുതലായിട്ടും എന്തെന്നാ പറയുക, പല സ്പിരിച്വൽ ഫ്രീക്വൻസികളൊക്കെ ആയിട്ട് പരിചയപ്പെടുന്ന, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, അപ്പോൾ ഇങ്ങനത്തെ ഫ്രീക്വൻസികൾ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒക്കെ ഈ ഒരു സ്റ്റേജിൽ പ്രകടമാണ്. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് DF ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് DFൻ്റെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. അവരുടെ ട്രോമ കാരണം ഹർട്ടാവുകയോ എന്താ പറയുക, പിന്നെ ശരീരത്തിനെ കെയർ ചെയ്യാണ്ട് പോകും. ഇങ്ങനെ ഡിപ്രസ്ഡ് ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ശരീരത്തിനെ കെയർ ചെയ്യില്ല. നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ക്രമവും ഉറങ്ങുന്ന ഒരു ക്രമവും ഒക്കെ തെറ്റിപ്പോവും. നമ്മൾ ഒരാളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒബ്സസ്ഡ് ആവാണ് DMൻ്റെ പിന്നാലെ. അപ്പോൾ നമ്മുടെ ശരീരം ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമയത്ത് അനുഭവിക്കും. നമ്മുടെ റിതമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ട്വിൻ ഫ്ലെയിംസിൻ്റെ മീറ്റിങ്ങിന് ശേഷം ഈ ബ്രേക്ക് ഡൗൺ സമയത്ത് DF അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറയണത്. പിന്നെ നമ്മൾ കുറേയൊക്കെ കഴിയുമ്പോൾ, ഈ ബ്രേക്ക് ഡൗൺ ഒക്കെ കഴിയുമ്പോൾ ഈ DFൽ സ്പിരിച്വൽ ആക്ടിവേഷൻസ് സംഭവിക്കും. ഒരു അസെൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ക്ലിയർ ആയിട്ട് DFന്
മനസ്സിലാവാൻ തുടങ്ങും, ഈ ട്രോമകളൊക്കെ പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഷാഡോ വർക്ക് ചെയ്ത് ഇന്നർ വർക്ക് ചെയ്ത് നമ്മൾ എന്താ പറയുക ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എന്ന് പറയുന്നത് എന്താ, ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഡെൻസിറ്റി പോകും. നമ്മൾ ഒരുപാട് ഷാഡോ വർക്ക് ചെയ്യുന്ന സമയമാണ്, നമ്മൾ ഒരുപാട് ബോധവാന്മാരാവുകയും കോൺഷ്യസ്നെസ് കൂടുന്ന സമയമാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഭയങ്കര ഡെൻസായിരുന്നു ഇത്രയും നാൾ, ഒരുപാട് ട്രോമകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. ഇനി അങ്ങോട്ട് ഈ അസെൻഷൻ പ്രോസസ്സ് വഴി നമ്മുടെ ശരീരം ലൈറ്റ് ആവാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ആണ്, കൂടുതൽ ലൈറ്റ് എടുക്കാൻ. അപ്പോൾ ഈ ലൈറ്റ് ആവുന്നത് വഴി എന്താ, ബോഡി ലൈറ്റ് ആവുമ്പോൾ എന്താ, നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത ബോഡി ഡെൻസ് ആയിരുന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ റിജക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടൈം ആയി പതുക്കെയായി നമ്മുടെ ശരീരം ലൈറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഡെൻസിറ്റി കൂടുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യണത്. നമ്മൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. പിന്നെ പറയാൻ പറ്റണത് നമുക്ക് പൂർവികമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളുണ്ട്, നമ്മുടെ DNA സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പർജ് ചെയ്ത് ഡെൻസിറ്റി കളയാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുന്നത് വഴി. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വരാൻ തുടങ്ങും. ചിലർക്കെങ്കിലും എന്തെങ്കിലും തിരിച്ചു വരാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ശരീരത്തിൽ നമുക്ക് DNA വഴി എന്തെങ്കിലും അസുഖങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന്. ആൻസിസ്ട്രിയിൽ അങ്ങനെ സ്റ്റക്കാവുന്ന ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീത്തിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ മെലാനിൻ കുറവാണ്, ഹെയറൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ഹെയറൊക്കെ വൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പൂർവികരായിട്ട് നമ്മുടെ DNA ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഈ സമയത്ത് പുറത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളതൊക്കെ എന്താ പുറത്തേക്ക് പർജ് ചെയ്ത് കളയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ പറയാൻ പോകുന്നത്, നമ്മൾ ഇങ്ങനെ അസെൻഷൻ വഴി നമ്മളിങ്ങനെ പർജ് ചെയ്ത് കഴിയുന്തോറും നമ്മളും യൂണിവേഴ്സും തമ്മിൽ എന്താ ഒരു അലൈൻമെൻറ്റിലെത്തും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേൾഡിലത്തെ എനർജി നമ്മളെ ബാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ എനർജി എന്ന് പറയുന്നത് വേൾഡിന് ചേഞ്ച് ഉണ്ടാവാനും സഹായിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മളും യൂണിവേഴ്സും അലൈൻഡ് ആവും. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഈ ഭൂമിയുടെ എനർജി നമ്മളെ ബാധിക്കാൻ തുടങ്ങാതെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. അതിനാണ് നമ്മൾ അസെൻഷൻ സിംറ്റംസ് എന്ന് പറയുക. നമ്മൾ ഭൂമിക്ക് ചേഞ്ച് വരുന്നതിനനുസരിച്ച്, ഭൂമിക്ക് വരുന്ന എനർജിക്ക് ചേഞ്ച് വരുന്നതിനനുസരിച്ച് എന്താ നമ്മുടെ ശരീരത്തിൽ എനർജി ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ സണ്ണിൽ ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ സൂര്യനിൽ സ്പോട്ടുകൾ വരികയാണ്, അങ്ങനെ വരികയാണ്. അത് നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ ബാധിക്കും. ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ലൈറ്റ് ആണെങ്കിൽ എന്താ നമ്മുടെ ബോഡീനെ അത് ബാധിക്കും. അപ്പോൾ ഇതിനെയാണ് അസെൻഷൻ സിംറ്റംസ് എന്ന് പറയുക. ഭൂമിയുടെ എനർജി ചേഞ്ച് ആവും. ഭൂമിയുടെ എനർജി ചേഞ്ച് ആവാൻ സാധ്യതയുള്ളതിന് കാരണം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയുടെ ചേഞ്ച് കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്താ കോസ്മിക് റേഡിയേഷൻസിന് ചേഞ്ച് വരും. ബാക്കി സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കി സെലസ്റ്റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന എനർജി വഴി ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അസെൻഷൻ സിംറ്റംസ് എന്ന് പറയുക. അപ്പോൾ ഭൂമിയുടെ എനർജി ചേഞ്ച് ആകുമ്പോൾ എന്താ, നമുക്ക് നമ്മുടെ ശരീരം അത്രയും അലൈൻഡ് ആയതുകൊണ്ട്, ലൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. അപ്പോൾ അതിനെ അസെൻഷൻ സിംറ്റംസ് എന്ന് പറയുക. അത് ഡെയിലി ബേസിസിൽ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. കുറച്ച് അതിന് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് പ്രഷർ, നമുക്ക് തേർഡ് ഐ പ്രഷർ, അല്ലെങ്കിൽ നമുക്ക് ത്രോട്ടിനൊക്കെ വേദന വരാം, അല്ലെങ്കിൽ ഹാർട്ട് ചക്രയിൽ ഉണ്ടാകുന്ന പർജിങ്, അല്ലെങ്കിൽ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ എനർജിക്ക് അനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഷോർട്ട് ടൈമാണ്. അസെൻഷൻ സിംറ്റംസ് വളരെ ഷോർട്ട് ടൈമാണ്. അപ്പോൾ ഓരോ സമയം ഓരോന്നായിരിക്കും. നിങ്ങളിപ്പോൾ നമ്മുടെ ഭൂമിയുടെ എനർജി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ സെൻസ് ചെയ്യാൻ പറ്റും ആ എനർജി നമ്മളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈമായി ഡിപ്രഷൻ വരും. കാരണം അസെൻഷൻ എന്ന് പറയണത് ഈ സമയത്ത് നമ്മൾ പണ്ടത്തെ മെട്രിക്സിൽ നിന്ന് നമ്മൾ പുൾഡ് ഔട്ട് ആവുകയാണ് ചെയ്യുക, നമ്മൾ അതിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ അസെൻഷൻ വഴി എന്ത് സംഭവിക്കും, നമുക്ക് ലോങ് ടൈമായി ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ സമയത്ത് നമ്മളെ സോഴ്സ് എന്താ ചെയ്യണത്, നമ്മളെ അൺപ്ലഗ് ചെയ്യുകയാണ് ചെയ്യണത് മെട്രിക്സിൽ നിന്ന്. ആ മെട്രിക്സിൽ ഇനി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതിൽ നിന്ന് അൺപ്ലഗ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഒരുപാട് സമയം നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാനും നമ്മുടെ ഇന്നർ വർക്ക് ചെയ്യാനൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിൽ അപ്ഗ്രേഡ്സ് ഉണ്ടാവാനും അതിനൊക്കെ നമ്മൾ ഒരുപാട് റെസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആ ഡിപ്രഷൻ വരുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ളതിനുള്ള സൂചനയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ
ഡിപ്രഷൻ ഒരു 3-4 വർഷം നീണ്ടു നിൽക്കുന്ന ഡിപ്രഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പറയാ ശരീരം മസിൽസിന് തയ്യാറാവാണ്, ശരീരത്തിന് അത്രയും റെസ്റ്റ് വേണ്ടത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിപ്രഷൻ വരുന്നത്. പിന്നെ ഇതിനു വേണ്ടി നമ്മളെന്താ ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട്. നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് മെട്രിക്സിന് അൺപ്ലഗ് ചെയ്യുന്നത് വഴി മെട്രിക്സിൽ ഉണ്ടാകുന്ന ജോലികളിൽ നിന്നൊക്കെ നമ്മളെന്താ പോവും. നമ്മളത്രയും മെട്രിക്സിക്ക് നമ്മുടെ എനർജി കൊടുക്കരുത് എന്നാണ് പറയണത്. ഇനി നമുക്ക് പുതിയൊരു മെട്രിക്സ് പണിയാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പഴയ മെട്രിക്സിക്ക് എനർജി കൊടുക്കരുത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് മെട്രിക്സിൽ ഇപ്പോൾ നോർമലായിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ജോലികളൊക്കെ എന്താ അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ ഐസൊലേഷൻ നന്നായി ഹെർമിറ്റ് മോഡിക്ക് പോകും. നമ്മൾ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് പോവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പല അഡിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ കോപ്പ് ചെയ്യാൻ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുന്നതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ഐസൊലേറ്റഡ് ആവും. അപ്പോൾ അതിന് വേണ്ടി നമ്മളെന്താ കോപ്പ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ യൂസ് കൂടാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉറങ്ങുണ്ടാവുക, നമ്മളിങ്ങനെ ടി വി ഒക്കെ യൂസ് ചെയ്യണത് കുറച്ചിട്ടൊക്കെ ഉണ്ടാവുക, ന്യൂസ് കാണലൊക്കെ. അതൊക്കെ എന്തായാലും ന്യൂസൊന്നും ഇപ്പോൾ എനിക്ക് ആരും കാണില്ല, കാരണം അതൊക്കെ ഓൾഡ് മെട്രിക്സ് ആണ്. ന്യൂസൊക്കെ ഭയങ്കര ലോ വൈബ്രേഷനാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മൾ ഈ അസെൻഷൻ കാരണം ലോങ് ടേം ആയിട്ട് കുറേ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്. അതെന്ന് പറയണത് എന്താ, ഇതൊക്കെ കഴിയുമ്പോൾ എന്താ നമ്മുടെ ശരീരം ഭയങ്കര ലൈറ്റാവും, നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആവും, നമ്മുടെ ഹാർട്ടൊക്കെ ഓപ്പൺ ആവും, നമുക്ക് ഫീൽ ചെയ്യാനുള്ള കഴിവ് കൂടും. അപ്പോൾ ഈ അസെൻഷൻ കഴിയുമ്പോൾ എന്താ നമ്മൾ ഒരുപാട് സെൻസിറ്റീവായി മാറും. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി എന്തിനോടായിരിക്കാം? ലൈറ്റിനോടായിരിക്കാം. നമുക്ക് ലൈറ്റിനോട് സെൻസിറ്റിവിറ്റി, തേർഡ് ഐ ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ലൈറ്റിനോട് സെൻസിറ്റിവിറ്റി കൂടാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് അധികം പണ്ടത്തെ പോലെ അധികം ശബ്ദമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എന്താ, നമുക്ക് പൊടികളോടൊക്കെ പുറത്തേക്കൊക്കെ പോയാൽ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൊടിയാണ്. അപ്പോൾ ഈ പൊടിയൊക്കെ നമ്മൾ വിരസത നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതൊക്കെ ലോ വൈബ്രേഷണലാണ്. അപ്പോൾ നമുക്ക് ഈ അത്രയും അതൊക്കെ ഒരുപാട് എന്താ പറയുക, ഓക്സിഡൻസ് ആണ്, ആൻറ്റി ഓക്സിഡൻസ് അല്ല, നമ്മുടെ എനർജി വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മളെ 3D മെട്രിക്സ് നമ്മളെ എത്രമാത്രം ഹർട്ട് ചെയ്യുന്നുണ്ടോ അത്ര തന്നെ ഹീൽ ചെയ്യും നമ്മുടെ എന്താ പറയുക, നാച്ചർ. അപ്പോൾ നമ്മൾ നാച്ചറിലേക്ക് ഇറങ്ങി എന്താ, നമ്മൾ നാച്ചുറലൊക്കെ കുറച്ച് സമയം ചിലവഴിച്ച് നമ്മൾ ഗ്രൗണ്ടിങ് ഒക്കെ നടത്തി. ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ചെരുപ്പിടാണ്ട് ഭൂമിയിലൊക്കെ നടക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ ഒരുപാട് പർജ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ എനർജികളൊക്കെ അത് വലിച്ചെടുത്തോളും, നമ്മളെ ക്ലീൻ ചെയ്തോളും, ഓൾഡ് എനർജിയൊക്കെ ക്ലീൻ ചെയ്തു പോകും. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പീനൽ ഗ്ലാൻഡിനുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഈ പീനൽ ഗ്ലാൻഡ് നമുക്ക് ക്ലിയർ ചെയ്യുന്നത് വഴി നമ്മുടെ തേർഡ് ഐ ക്ലിയർ ആവും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ, കെമിക്കൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫ്ലൂറൈഡൊക്കെ യൂസ് കുറയ്ക്കേണ്ടി വരും. നമുക്ക് എന്തിലൊക്കെ ഫ്ലൂറൈഡ് ഉള്ളത്? ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഉണ്ട്. അപ്പോൾ ഫ്ലൂറൈഡുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാണ്ടിരിക്കണം. നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോയാൽ എന്താ, അവരൊക്കെ വെള്ളത്തിലൊക്കെ ഫ്ലൂറൈഡാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അത്രയും ഫ്ലൂറൈഡ് വെള്ളത്തിൽ കലക്കണ പ്രശ്നമില്ലെങ്കിലും നമുക്കെന്താ ഫ്ലൂറൈഡും പിന്നെ കെമിക്കൽസൊക്കെ കുറയ്ക്കുന്നത് വഴി എന്താ നമ്മുടെ തേർഡ് ഐ ആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് സെക്ഷലായിട്ടുള്ള അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും പോവും. അത് നമ്മുടെ ഒരുപാട് എനർജി നമ്മൾ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് എനർജി ആൾക്കാരിൽ നിന്ന് പോകുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അങ്ങനെ അനാവശ്യമായ എനർജി നമ്മുടെ സാക്രൽ ചക്രയിൽ നിന്ന് പോകുന്ന ആ ഒരു പ്രശ്നമാണത്. അപ്പോൾ അത് നമ്മൾ നിർത്തും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർത്തും. പിന്നെ നമ്മുടെ മെലാനിൻ വരുന്ന ഒരു പ്രശ്നമാണ് ഹെയറിന് മെലാനിൻ കുറയാന്ന് പറയണത്. ഹെയർ വൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുവഴി തന്നെ നമ്മുടെ സ്ലീപ്പിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഋതങ്ങളൊക്കെ പോവും, നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയം, അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയം. നമ്മൾ പണ്ട് എന്തെന്നാ പറയുക,
നമ്മുടെ പണ്ടത്തെ ടൈമിങ്ങും ഇപ്പോഴത്തെ ടൈമിങ്ങും ഭയങ്കര വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ നമ്മൾ രാത്രിയൊക്കെ മുഴുവനായിട്ട് ഉണർന്നിരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അത് എനർജിക്ക് അനുസരിച്ചിരിക്കും. പിന്നെ മെമ്മറി പോവുക, അതാണ് അടുത്ത പ്രശ്നം. നമുക്ക് മെമ്മറി പഴയ പോലെ വർക്കാവില്ല. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ PSCക്കൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ജോബൊന്നും നമ്മൾ തീരെ വർക്കാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ ഓൾഡ് മെട്രിക്സ് ആണ്. നമുക്ക് മെമ്മറി ഇല്ലാണ്ട് നമ്മൾ പോകാനാണ് നോക്കുക. നമ്മുടെ പുതിയ ഹൈ വൈബ്രേഷണൽ ബീയിങ്സിന് മെമ്മറി ഉണ്ടാവില്ല. അവരെന്തായിരിക്കും, അവർ ഹാർട്ട് ബേസ്ഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് മെമ്മറിയുടെ ആവശ്യമില്ല. അവരുടെ മെമ്മറി യൂണിവേഴ്സൽ മെമ്മറി ആയിട്ട് കണക്റ്റഡ് ആണ്. അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പം അവർ അലൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇൻഫോർമേഷനിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അത്രയും ഡീഗ്രേഡഡ് ആയ ഇൻഫോർമേഷൻസ് മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നമ്മൾ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക? ഓരോ സ്ഥലത്തിൻ്റെ പേര്, നമ്മുടെ മാത്സിൽ പഠിക്കുന്ന ഫോർമുലാസ്, ഇങ്ങനത്തെ ഓൾഡ് മെട്രിക്സിലാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അതിനെക്കാട്ടും ഭയങ്കര ഇൻ്റലിജൻ്റായി മാറി. അപ്പോൾ നമുക്ക് ഇത്രയും നെയിമും ലേബൽസും ഇതൊന്നും ഇല്ലിനി. ഇതിനൊക്കെ യൂണിയൻ കോൺഷ്യസ്നെസ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത്. എന്താ, നമുക്ക് യൂണിയൻ കോൺഷ്യസിനെ പറ്റിയുള്ള അവെയർനെസ് മാത്രമാണ് നമുക്ക് ആവശ്യം. നമുക്ക് യൂണിയനിലായിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ മെമ്മറിക്ക് കണക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പഴയ മെമ്മറി ഒന്നും വേണ്ട. നമുക്ക് മെമ്മറിയുടെ ഒരു ആവശ്യമില്ല. നമുക്ക് അങ്ങനെ മെമ്മറിയുടെ ആവശ്യം വരുന്ന സ്ഥലങ്ങൾ നമ്മൾ എന്താ പറയുക, റിജക്റ്റഡ് ആവും എന്നാണ് പറയുക. നമ്മൾ അവിടെ നിന്ന് റിജക്റ്റഡ് ആവും. നമ്മൾ ആ പ്രൊഫഷൻസ് ഒന്നും നമ്മൾ സ്വീകരിക്കില്ല. നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഫ്ലോ സ്റ്റേറ്റിലാണ്. നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ പണ്ടത്തെ മെമ്മറികളൊക്കെ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടി വരും. നമുക്ക് ഫോഴ്സ് ചെയ്ത് ഓർത്തെടുക്കേണ്ടി വരാം. പക്ഷെ നമ്മൾ ഫ്ലോ സ്റ്റേറ്റിലാവുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ള ഇൻഫോർമേഷൻ അത് നമ്മൾക്ക് ആ ഫ്ലോ സ്റ്റേറ്റിക്ക് നമുക്ക് അപ്പം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഒന്നാണ് യൂറിനേഷൻ ടൈമിൽ ചേഞ്ച് വരിക എന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് മാലിന്യങ്ങളൊക്കെ ക്ലീനായിട്ട് പോകുമ്പോൾ ഒരുപാട് ചിലപ്പോൾ ഒരു 5 മണിക്കൂറിനുള്ളിൽ ഒരു 8 തവണയൊക്കെ നമുക്ക് യൂറിനേഷനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുടിക്കുന്ന വെള്ളം, ഒരുപാട് വെള്ളം, ചിലപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരെണ്ണം. പിന്നെന്ന് പറയണത്, നമുക്ക് ബോഡിക്ക് വൈറ്റമിൻസ് ആവശ്യമുണ്ട് പഴയ പോലെ പ്രവർത്തിക്കാൻ. അപ്പോൾ പഴയ പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അസെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ DNA ചേഞ്ച് ആവണം. പുതിയ DNA ഇൻ്റഗ്രേറ്റ് ആവണം. നമ്മുടെ പഴയ DNA നമ്മൾ വർക്കാവണ പോലെ നമ്മൾ വർക്കാവില്ല. പിന്നെ അസെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ DNA മാറാണ്. അതാണ് മെയിൻ. നമ്മുടെ DNAയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ DNAയിലും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിക്കും ഭൂമിക്ക് വരുന്ന ചേഞ്ചസിനനുസരിച്ച് എന്താ നമ്മളിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ DNAക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഇവല്യൂഷൻ നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ എന്താ, ഭൂമിയിലേക്ക് ഒരുപാട് ചേഞ്ചസ്, ഇങ്ങനെ യൂണിയൻ കോൺഷ്യസ്നെസ്സിലേക്ക് ചേഞ്ച് സംഭവിക്കുന്നത് വഴി ഒരുപാട് സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ വർക്കാവുന്ന DNAയിലുള്ള പ്രോഗ്രാമുകളൊക്കെ മാറിപ്പോവും. അപ്പോൾ എനിക്ക് ഈ സമയത്ത് പറഞ്ഞ പ്രശ്നം തോന്നിയിട്ടുള്ളത് നമുക്ക് വൈറ്റമിൻസിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട്. അതിനനുസരിച്ച് ഞാൻ വൈറ്റമിൻസ് എടുക്കാറുണ്ട്. പക്ഷെ എന്താ, വൈറ്റമിൻസ് ഇല്ലെങ്കിലും ശരീരം അതിനോട് അഡ്ജസ്റ്റഡായി പോവും. അപ്പോൾ ആദ്യമൊക്കെ വൈറ്റമിൻസ് എടുത്തിരുന്നു. നമ്മൾ ഒരുപാട് ഭക്ഷണത്തിൽ മീറ്റൊക്കെ തിന്നണത് കുറയ്ക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വൈറ്റമിൻ ലാക്ക് വരും. അപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ എടുക്കുമ്പോഴും അതെനിക്ക് അത്രയും നാച്ചുറലായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ ശരീരത്തിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് തന്നെ ശരിയാക്കാൻ അറിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈറ്റമിൻ ഇൻടേക്ക് നിർത്തിയാലും ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം വരും. നല്ല പ്രശ്നങ്ങളുണ്ടാവും. ശരീരം ഒരുപാട് ചേഞ്ചസിലേക്കൂടെ കടന്നു പോകണ്, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരാൻ. അപ്പോൾ ആ പ്രശ്നങ്ങളെ തന്നെ നമ്മളൊരു വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം ശരീരത്തിന് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ വൈറ്റമിൻസ് നിർത്തുന്നത് വഴി എന്താ, ശരീരം വൈറ്റമിൻസ് ഇല്ലാണ്ടും വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനത്തെ മെഡിക്കലായിട്ടുള്ള ടേംസൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അസെൻഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങളുടെ അസെൻഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. നിങ്ങൾ 3D മെട്രിക്സിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും
പഴയ പോലെ ഡോക്ടർമാരെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. പിന്നെ പറയാനുള്ളത് അസെൻഷൻ കാരണം നമുക്കുണ്ടാകുന്ന ലോങ് ടൈം ചേഞ്ചസ് ആണ്. ഈ ലോങ് ടൈം ചേഞ്ചസിൽ പെടുന്നതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റിയിൽ വരുന്ന വ്യത്യാസം. നമ്മൾ ഒരുപാട് സെൻസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഫുഡിനോടൊക്കെ ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും. നമുക്ക് പഴയ പോലെ മീറ്റൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഡെൻസിറ്റി ആയിട്ടുള്ള ഫുഡുകളാണ്, നമ്മുടെ ബോഡി ലൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് എനിക്കിന്ന് വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീഗനായി മാറി. മൈദയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എണ്ണ ഓയിൽ അതൊക്കെ കുറയ്ക്കേണ്ടി വരും, തൈര് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫുള്ളി വീഗനായിട്ട് മാറി. അപ്പോൾ ഇതാണ് എൻ്റെ ഇതിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കെമിക്കൽസ് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. സോപ്പ്, വാഷിംഗ് സോപ്പ്, കുളിക്കണ സോപ്പ്, പിന്നെ അതുപോലെ നമുക്ക് മേക്കപ്പ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കെമിക്കൽസ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് പോണത്. കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റഗ്രേഷൻ ആയിരിക്കും. നമ്മുടെ ശരീരം ഡെൻസിറ്റി കളയും തോറും, കെമിക്കൽസ് ഉപയോഗിക്കും തോറും നമ്മുടെ ശരീരത്തിൽ ഡെൻസിറ്റി കൂടാണ് ചെയ്യുക. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് തോറും, നമ്മുടെ ട്രോമകളൊക്കെ കളഞ്ഞ് നമ്മൾ ലൈറ്റ് നമ്മുടെ ശരീരത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും തോറും ഈ കെമിക്കൽസ് നമ്മളെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് സഹായിക്കുക. നമ്മുടെ നാച്ചുറൽ കാണുന്ന സാധനങ്ങൾ, സാധാ പോലെ കണ്ടുവരുന്ന ഫ്രൂട്ട്സ്, ഇങ്ങനെ മരങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഹെർബുകളും ഫ്രൂട്ടുകളും ഒക്കെയാണ് നമ്മളെ സ്റ്റേബിളാക്കി നിർത്താം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും വൈബ്രേഷൻ ഹൈ ആവാൻ സഹായിക്കാം. അപ്പോൾ കെമിക്കൽസിനോടുള്ള ഭയങ്കര അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് സെൻസിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി ആൾക്കാരുടെ എനർജി സെൻസ് ചെയ്യാൻ പറ്റും. നമ്മളവരിൽ നിന്ന് മാറി നടക്കാനും, നമ്മളെ എനർജി ഭയങ്കര ഡെൻസായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവാണ്ടിരിക്കാനും നമ്മളെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സഹായിക്കും. നമുക്ക് വരുന്ന അസെൻഷനിൽ വരുന്ന ചേഞ്ചസ് സഹായിക്കും. അപ്പോൾ നമ്മൾ അസെൻഷൻ വഴി നമ്മുടെ പണ്ടത്തെ മെട്രിക്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവില്ല. പിന്നെ നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടുന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഷാഡോ വർക്ക് ചെയ്ത്, ഇന്നർ വർക്ക് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ട്രോമ പോവുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന DNA പൂർവികരിലൊക്കെയുള്ള ഗിഫ്റ്റുകൾ പുറത്തേക്ക് വന്നു തുടങ്ങും. അപ്പോൾ ഈ ഗിഫ്റ്റുകളിൽ ഒന്നാണ് നമുക്ക് ഡിവിനേഷൻ ഉള്ളത്. നമുക്ക് താരോട്ടൊക്കെ ഉപയോഗിക്കാൻ, നമുക്ക് സെൻസ് ചെയ്യാനുള്ളത് കഴിവുകൾ, ഇൻഡിവിറ്റീവ് ആയിട്ട് എക്സ്ട്രാ സെൻസറി ആയിട്ടും ഒക്കെ നമ്മുടെ ബോഡി വർക്ക് ചെയ്യാനുള്ള കഴിവുകൾ. പിന്നെ ലൈറ്റ് കോഡ് എന്ന് വെച്ചാൽ നമ്മുടെ കോഡിങ്ങുകളൊക്കെ കാണാനുള്ള കഴിവ്. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എനർജി ആയിട്ട് മാറും. അങ്ങനെയാണ്. അതിന് ഒരുപാട് പലതരത്തിലുള്ള കഴിവുകൾ ഓരോരുത്തർക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാംഗ്വേജിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഒരാളുടെ എനർജി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സിറ്റുവേഷൻസിൻ്റെയോ എനർജി സെൻസ് ചെയ്യാനുള്ള കഴിവ്. ഇതൊക്കെ നമുക്ക് ഇതുവഴി നമ്മൾ സെൻസിറ്റീവ് ആവുന്നത് വഴി കിട്ടുന്ന ഗിഫ്റ്റുകളാണ്. പിന്നെ ഈ അസെൻഷനിൽ നമ്മളിവിടെ അസെൻഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ 3D മെട്രിക്സിലുള്ളവരായിരിക്കും. അപ്പോൾ ഇത് കാരണം നമുക്ക് മാത്രം വരുന്ന ഈ ചേഞ്ചസ് കാരണം നമ്മുടെ സോൾ ട്രൈബ് ഇത്തിരി ദൂരേക്ക് ആയിരിക്കും. നമുക്ക് അധികം ഫിസിക്കലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെയും നമ്മുടെ പർപ്പസിലേക്ക് പോകുന്നത് വഴി മാത്രമേ അവരായിട്ടൊരു കോണ്ടാക്റ്റ് പിന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും 3D മെട്രിക്സിൽ കഴിയുന്നത് വഴി ഈ 3D മെട്രിക്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് കാരണം നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡറുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം അതിനൊരു ഉദാഹരണമാണ് ഓട്ടിസം. നമുക്ക് ഓട്ടിസ്റ്റിക് ആവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഓട്ടിസ്റ്റിക് ആവാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് പിന്നെ ഇടാം. പിന്നെ OCD, നമുക്ക് ജെയിംസിനോടൊക്കെ നമുക്ക് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലേക്കൊന്ന് പോകാനും, എനർജി മാറുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആ സ്ഥലങ്ങളിൽ നോടുള്ളൊരു വിമുഖത, നമ്മൾ മാറി നിൽക്കും. നമുക്ക് ആർക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ട് നമ്മൾ മാറി നിൽക്കും. പിന്നെന്താ, നമുക്ക് പണ്ടത്തെ പോലെ മെഡിസിനൊന്നും വർക്കാവില്ല നമ്മുടെ ശരീരത്തിൽ. അത് നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റാണ് ചെയ്യുക. കാരണം നമ്മൾ പർജ് ചെയ്ത് കളയാണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആണ് ചെയ്യണത്. നമ്മൾ ഡെൻസിറ്റി പുറത്തേക്ക് കളയാണ് ചെയ്യുക. ഈ മെഡിസിൻസ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ലക്ഷണങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. നമ്മളെ സപ്രസ് ചെയ്യണം, നമ്മളെ ഫീൽ ചെയ്യാണ്ടിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുക. നമുക്ക് അസെൻഷൻ നടക്കുന്നത് തന്നെ നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണ്. നമുക്ക് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ എനർജി നമുക്ക് കളയുക, നമ്മുടെ ശരീരത്തിലുള്ള ഡെൻസിറ്റി കളയുക. അപ്പോൾ പല മെഡിസിൻസും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ സപ്രസ് ചെയ്യുക. നമുക്ക് വേദന ഇല്ലാണ്ടിരിക്കാൻ തരുന്ന മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ശരീരത്തിൽ
ജേംസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നമുക്ക് മ്യൂക്കസൊക്കെ ഉണ്ടാവുന്നത് ഈ ജേംസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ മ്യൂക്കസ് ഇല്ലാണ്ടാക്കാനാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അതൊക്കെ പ്രശ്നങ്ങളാണ്. ശരീരം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതാണ് രോഗം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനൊരു തടയിടാനാണ് നമ്മൾ മെഡിസിൻ പലപ്പോഴും കഴിക്കാറുള്ളത്. അപ്പോൾ പണ്ടത്തെ മെഡിസിനോട് നമുക്ക് നമ്മുടെ ശരീരം വർക്ക് ചെയ്യില്ല. അത് മാത്രമല്ല, അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഇരട്ടി പെയിൻ ആവും, ഇരട്ടി വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇന്നർ വർക്കൊക്കെ നമുക്ക് ഡബിളായിട്ട് ചെയ്യേണ്ടി വരും വീണ്ടും. അപ്പോൾ പലപ്പോഴും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മെഡിസിൻ എടുക്കണം. നമുക്ക് 3D മെട്രിക്സിൽ ചിലപ്പോൾ അത് നമുക്ക് അത്രയും ഓപ്പറേഷനോ സർജറിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 3D മെട്രിക്സിൽ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 3D മെട്രിക്സിൽ നിന്ന് അസെൻഷൻ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും നമ്മൾ മാറിയിട്ടില്ല. കാരണം നമ്മുടെ ലോകം തന്നെയാണ് നമ്മളും. അപ്പോൾ നമ്മളും ലോകത്തിനെ മാറ്റാൻ നമ്മുടെ പ്രയത്നം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ലോകം മാറാത്തിടത്തോളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 3D മെട്രിക്സിൽ നിന്ന് പോവില്ല. അതിൻ്റെ ചില ഉപയോഗങ്ങൾ നമ്മൾ പർജ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആവശ്യമുള്ളതിന് മാത്രം നമ്മുടെ മനസ്സ് പറയത് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറയും, ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസുകളാണ്. നിങ്ങൾ ഇതൊന്നും കേട്ട് ഡോക്ടറെ അടുത്ത് പോകാണ്ടിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കണം. ഇത് അസെൻഷനിലുണ്ടെങ്കിൽ നിങ്ങൾ അസെൻഷനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്ക് മരുന്നുകൾ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇൻസ്ട്രുമെൻസിനോടുള്ള അലർജി എന്ന് പറഞ്ഞാൽ TV, നമുക്ക് കുക്കിംഗ് പാൻ, ഇങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് എനർജിയിലുള്ള വ്യത്യാസം കാണാം. ഓക്സിഡൻസൊക്കെ കാണാൻ പറ്റും, ഇതിൻ്റെ റേഡിയേഷൻസൊക്കെ കാണാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും ചിലപ്പോൾ. പിന്നെ അസെൻഷൻ ടൈമിൽ നമ്മൾ മിക്കവാറും 3 സ്റ്റേജിലാണ് ഉണ്ടാവുക. നമ്മൾ ഒന്നില്ലെങ്കിൽ ഡൗൺലോഡ് സ്റ്റേജ്, പിന്നെ പർജിങ് സ്റ്റേജ്, ഇൻ്റഗ്രേഷൻ സ്റ്റേജ്, ചാനലിങ് സ്റ്റേജ്, ഇങ്ങനെ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെ വീഡിയോ ഇടാം. ഇങ്ങനത്തെ സ്റ്റേജുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്താ, ഇത് നമ്മുടെ ശരീരത്തിന് വരുന്ന ചേഞ്ചാണ്. നമ്മുടെ ബോഡി അതിനനുസരിച്ച് എന്താ നോർമലായിട്ട് പഴയ പോലെ വർക്കാവില്ല. അപ്പോൾ അസെൻഷനിലേക്ക് കൂടെ കടന്നു പോകുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോർമലായിട്ടുള്ള ആളുടെ പോലെ വർക്കാവില്ല. അവർ എന്താ ഒരുപാട് സമയം എന്താ ഇന്നർ വർക്കിന് കൊടുക്കും. പിന്നെ ഒരുപാട് സമയം ബോഡി ഷട്ട് ഡൗൺ ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കും. നമ്മുടെ എനർജി തമ്മിൽ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ DMൻ്റെ എനർജിയും DFൻ്റെ എനർജി തമ്മിൽ വല്ലാണ്ട് വ്യത്യാസം വരുമ്പോൾ എന്താ, നമ്മൾ ഈ സെപ്പറേഷൻ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ കാണും. അപ്പോൾ നമ്മൾ അവരെ ഉപേക്ഷിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ട്രോമ ബോണ്ട് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഒരുപാട് ലവ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവുന്ന സമയമാണ്. ഈ സമയത്ത് കുറച്ച് മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ നമ്മളിലേക്ക് വരും. നമ്മുടെ ഈ സ്റ്റക്നെസ് ഒക്കെ പോകും. അപ്പോൾ ഇതും നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ചേഞ്ചാണ് നമ്മുടെ മെൻ്റൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസെൻഷനിലൂടെ നമ്മൾ എന്താ ഓവറോൾ അലൈൻഡ് ആയിട്ട് മാറും. നമ്മുടെ ഹാർട്ട് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഹൃദയം പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഒരു നിമിഷം പോലും ഓപ്പോസിറ്റായിട്ട് കേൾക്കൂല നമ്മൾ. അത് മൂലം എന്താ, നമുക്ക് 3D മെട്രിക്സ് ആയിട്ടുള്ള കണക്ഷൻ പോവും. അതിനുള്ള ആൾക്കാരായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ടുള്ള കണക്ഷൻസൊക്കെ നമ്മൾ പോവും. കാരണം എന്താ, ഇതിനൊരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് പുതിയൊരു മെട്രിക്സ് ബിൽഡ് ചെയ്യാനും പുതിയ ആൾക്കാരും ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ സ്ഥലം ഒഴിച്ചിടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ആൾക്കാരും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ ഈ സ്ഥലത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളും സ്ഥലങ്ങളും ആൾക്കാരൊക്കെ കയറി വരാനുള്ളൊരു സ്പേസാണിത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പേഷ്യൻ്റായിട്ട്. പിന്നെ ഒരുപാട് നാർസിസിസം നമ്മൾ എക്സ്പോസ്ഡ് ആവും നാർസിസിസത്തിന്. അപ്പോൾ ഇത് കാരണം നമുക്ക് ഒരുപാട് ശരീരത്തിന് അതിൻ്റെ ഇമ്പാക്റ്റ് ഒരുപാട് വരും. നമ്മുടെ DMനൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴായിരിക്കും ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു സ്പേസ് കിട്ടുക. ഈ നാർസിസിസത്തിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ എന്താ പർജ് ചെയ്ത് കളയാനുള്ളൊരു സ്പേസ് കിട്ടുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ നാർസിസിസം ആയിട്ടുള്ള കാർമിക് ബോണ്ടുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ എന്താ ഈ സമയം ശരീരം പറയും, നമ്മൾ ശരീരത്തിന് മനസ്സിലാവും നമ്മൾ സേഫ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ സമയം ഇത്രയും നാൾ ശരീരം കടന്നു പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ശരീരം നമ്മളെടുത്ത് കാണിക്കും. അപ്പോൾ ഈ സമയത്ത് അസുഖങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഇത് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാവിയിൽ. പക്ഷേ ഈ സമയത്ത് നമ്മൾ DMനെ ഇട്ടിട്ട് പോകുമ്പോൾ എന്താ ശരീരത്തിന് ഒരു സേഫ് സ്പേസ് കിട്ടി. നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നാർസിസിസ്റ്റിക് അബ്യൂസ് കഴിയുന്ന ആൾക്കാർക്ക് എന്താ അതൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് എന്താ ഒരുപാട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. ചിലപ്പോൾ ഒരു ചെറിയ
ഡിപ്രഷനോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസോ ഈ നാർസിസിസം കാരണം വരുന്ന അസുഖങ്ങളെ പറ്റി നമുക്ക് ഭാവിയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ക്രോണിക് ഇൽനെസ് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു എന്താ പറയുക ഇതുവരെ വിചാരിക്കാത്ത കേട്ടിട്ട് പോലും ഇല്ലാത്ത അസുഖങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരെ ഉണ്ടാവുന്ന അസെൻഷൻ ജേണിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവുന്ന ചേഞ്ചസുകളൊക്കെ നമ്മുടെ ശരീരത്തിലും മാനസികമായൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെന്താ ഇതൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.